തൃശ്ശൂർ ജില്ലക്കാരിയാണ് എങ്കിലും കേരളത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തേക്ക് പടർന്ന പ്രശസ്തിക്ക് ഉടമയാണ്. നോക്കൂ, ഒരു മനുഷ്യൻ്റെ പ്രതിഭ മാറ്റുരയ്ക്കപ്പെടുന്നത് ചോദ്യങ്ങൾക്ക് മുന്നിൽ, അഭിമുഖങ്ങൾക്ക് മുന്നിൽ അമ്പരപ്പില്ലാതെ നിൽക്കുവാൻ കഴിയുന്ന ആർജവത്തിൻ്റെ കൂടി പേരിലാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരിൽ വിവിധ രൂപങ്ങളിൽ, വിവിധ സ്വഭാവങ്ങളിലുള്ള ഇഷ്ടങ്ങൾക്ക് പാത്രമായ ആ കലാകാരിയെ നിറഞ്ഞ സ്നേഹത്തോടെ അശ്വമേധത്തിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തെലുങ്ക് ഭാഷയിലെ ചലച്ചിത്രങ്ങളിൽ മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഈ കലാകാരിയുടെ ആക്ഷൻ രംഗങ്ങളുമൊക്കെ വളരെ വൈറലാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ നൽകുന്ന സൂചന ആരെക്കുറിച്ചാണ് എന്ന്. ഒരു ഔട്ട്സ്പോക്കണായ വ്യക്തിയാവുക എന്നതിനർത്ഥം ഹൃദയത്തിൽ അധികം മുഖംമൂടികൾ സൂക്ഷിക്കാതിരിക്കുക എന്നതുകൂടിയാണ് എന്ന് കരുതിക്കൊണ്ട് ആഹ്ലാദത്തോടെ, സ്നേഹത്തോടെ, അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ പ്രിയങ്കരിയായ ക്രിസ്മസ് സ്പെഷ്യൽ ഗസ്റ്റ് ഗായത്രി സുരേഷ്. വാക്ക് ഇൻ പ്ലീസ്. ഗായത്രി, മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ് സർ. എൻ്റെ ഇൻട്രോ പറഞ്ഞില്ലേ, താങ്ക് യു സോ മച്ച് സർ. ഇറ്റ് വാസ് വെരി, എനിക്ക് ഭയങ്കര സന്തോഷമായി. സാധാരണ ഗായത്രി പങ്കെടുക്കാറുള്ള പല അഭിമുഖങ്ങളും ഞാൻ കണ്ടിരുന്നു. അതിലെല്ലാം ഈ ഗായത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് ചില ഗൂഢ ലക്ഷ്യങ്ങൾ ഉള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തമാശയാകാം, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ ഇൻട്രസ്റ്റ് ആകാം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രൊഫഷണൽ ഇൻട്രസ്റ്റ് ഇല്ല. മറിച്ച് ഇവിടെ ഗായത്രി എന്ന വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനോട്, ഒരു കലാകാരിയോട്, ഞങ്ങളുടെ ഈ വിജ്ഞാനയാത്രയിൽ 25 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ വിജ്ഞാനയാത്രയിലെ ക്രിസ്മസ് സ്പെഷ്യൽ അതിഥിയായി വന്ന ഗായത്രിയോട് ആ അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടും ആദരവോടും കൂടിയുള്ള ഒരു വൈജ്ഞാനിക ഇടപെടലാണ്. ഗായത്രിയുടെ തെലുങ്ക് സിനിമകൾ, 3 സിനിമകൾ ഗംഭീരമായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗായത്രി തന്നെയാണ് ഡബ് ചെയ്തത് എന്നുള്ളതാണ്. ഒരു സിനിമയിൽ സർ ഡബ് ചെയ്തത്. അതെ. പക്ഷേ ആ തെലുങ്കിൽ ഒരു തൃശ്ശൂർ സ്ലാങ് കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യസ്തത. അത് വളരെ യാദൃശികമായിട്ട് സംഭവിച്ചത്. തെലുങ്ക് സിനിമ ആയതുകൊണ്ട് തന്നെ എന്തായാലും വേറെ ആളെ വെച്ചിട്ടാണല്ലോ ഡബ് ചെയ്യുക. അപ്പോൾ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ഡയലോഗ് പഠിച്ചിട്ട് എൻ്റെ ശൈലിയിൽ ആണ് പറയുക. അപ്പോൾ എനിക്ക് കൂടുതൽ ഇമോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ പിന്നെ പൈലറ്റ് ഡബ് ചെയ്യുന്ന സമയത്ത് പൈലറ്റ് കേട്ട് നോക്കിയപ്പോൾ മേ ബി അവർക്ക് ഇഷ്ടമായി ഉണ്ടാവും. വേറെ ആളെ വെച്ച് ചെയ്ത് നോക്കി, പക്ഷെ അത് വർക്കായില്ല. എന്നെ വെച്ചും ചെയ്ത് നോക്കി, വർക്കായി. അവർക്ക് ഇഷ്ടമായി ആ ഒരു സ്ലാങ്, ആ സ്റ്റൈൽ. അങ്ങനെ. ഗായത്രിയുടെ പഠനമൊക്കെ എവിടെയായിരുന്നു? ഞാൻ പഠിച്ചത് സ്കൂളിംഗ് ഭവൻസിലായിരുന്നു, തൃശ്ശൂർ. കോളേജ് വിമല കോളേജ്. യെസ്, തൃശ്ശൂർ. ആദ്യമായി കലാരംഗത്തേക്ക് കടന്നു വരുന്നത് ഞാൻ 2015 എന്താ പറയുക, എൻ്റെ ഒരു ഫ്രണ്ട് സിനിമയിലുണ്ട്. അപ്പോൾ അദ്ദേഹം മധുരനാരങ്ങയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. ആ സമയത്ത് ജമുന പ്യാരിയിലേക്ക് ഹീറോയിൻസിനെ നോക്കണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണു ആണ് എൻ്റെ ഫോട്ടോ ചാക്കോച്ചിനെ കാണിച്ചു കൊടുക്കണേ. അങ്ങനെ അവർ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും കൂടി വന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. അത് കേരളത്തിന് പുറത്തും ചിത്രീകരണം നടന്ന സിനിമയാണ്. അതെ, യെസ്. പഴനി ഈസ് ഔട്ട് അല്ലേ? അതെ. തെലുങ്കില് ആരുടെയൊക്കെ സിനിമകളാണ്? 2 നവീൻ ചന്ദ്ര, പിന്നെ 1 സന്ദീപ് മാധവ്. ഒരു പാട്ട് പാടോ തെലുങ്ക്? തെലുങ്കിലോ? ഓ സർ, തെലുങ്കിൽ പാട്ട് പാടാൻ പറഞ്ഞാൽ എൻ്റെ സിനിമയിലത്തെ പാട്ട് തന്നെ. പിന്നെന്താ? ഓക്കെ. അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കാർക്കും ഒന്നും മനസ്സിലാവില്ലല്ലോ. ഓക്കെ, ശരി. ശ്രീമാൻ മഹാരാജ പ്രിയమైన ప్రియుడా మనమే వినవా మనసైన సగుడా శ్రీమాన్ మహారాజ ప్రియమైన ప్రియుడా మనవే వినవా మనసైన సగుడా. ഈ ഇത്ര മിടുക്കിയായ ഗായത്രിയെ ഈ ട്രോളന്മാർ എന്തുകൊണ്ടാണ് അവരുടെ ടാർഗറ്റ് ആക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. എനിക്ക് ട്രോൾ ചെയ്യണേൽ നോ, ഇറ്റ്സ് പാർട്ട് ആൻഡ് പാർസൽ. രസമാണ്. രസമാണെന്നല്ല, ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ. എന്താ വെച്ചാൽ നമ്മൾ അതൊരു ഹാബിറ്റായി ഞാൻ ഇതായിട്ട് പൊരുത്തപ്പെട്ടു. പ്രത്യേകിച്ച് എനിക്ക് ഒരു വ്യക്തിയോട് ഒരാൾ നിങ്ങൾക്ക് ഒരു പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കാൻ തോന്നിയാൽ ആരെ തിരഞ്ഞെടുക്കും എന്ന് ചോദിക്കുമ്പോൾ വളരെ സത്യസന്ധമായി പറഞ്ഞൊരു ഉത്തരമാണ്, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രണവ് മോഹൻലാലിനെയാണ് എന്നുള്ള ഗായത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. എനിക്കതിനകത്ത് ഒരു അപാകതയും തോന്നിയില്ല.
എനിക്കതിനകത്ത് ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് അസൂയ തോന്നിയിട്ടുള്ള ആർട്ടിസ്റ്റ് ആരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പൂർണ്ണം വിശ്വനാഥനാണ്, ചിത്രത്തിൽ രഞ്ജിനിയുടെ അച്ഛനായി അഭിനയിച്ച ആളിൽ. ഓക്കെ ഓക്കെ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇന്ത്യ സ്വതന്ത്രമായ വാർത്ത ആദ്യമായി റേഡിയോയിലൂടെ ലോകത്തെ അറിയിക്കാനുള്ള അവസരം കിട്ടിയത് അദ്ദേഹത്തിനാണ്. അതൊരു വലിയ മൊമെൻ്റാണ്. അങ്ങനെ എനിക്ക് അസൂയ തോന്നി. അതുപോലെയാണ് എനിക്ക് നിങ്ങൾക്ക് ആരോടാണ് നിങ്ങൾക്കൊരു ക്രഷ് ഉള്ളത്, നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പ്രണവ് മോഹൻലാലിനെയാണ് ഇഷ്ടം എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അത് പറഞ്ഞതിൽ എന്താ ആളുകൾ ട്രോൾ ചെയ്യാനുള്ളത്? എനിക്ക് മനസ്സിലായിട്ടില്ല. മേ ബി സർ, ഞാൻ വളരെ നാടകീയമായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കാറുണ്ട്. ഞാൻ കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ള അത് ഞാൻ ആസ് വി മൂവ് ഫോർവേഡ് നമ്മൾ കുറച്ചുകൂടി വരുന്നാണോ? അല്ല, നമ്മൾ കുറച്ചുകൂടി നമ്മുടെ കറക്ഷൻസ് വരുത്തും നമ്മുടെ ബിഹേവിയറിലും എല്ലാത്തിലും. അപ്പോൾ മേ ബി അതുകൊണ്ട് വരുന്ന ചേഞ്ചസ് ആയിരിക്കാം. എനിക്ക് എങ്ങനെയാണോ ഞാൻ അങ്ങനെ പ്രസന്റ് ചെയ്യാനാണ് എനിക്കിഷ്ടം. ഓഫ് കോഴ്സ്. പക്ഷെ ആദ്യം അശ്വമേധം കാണുമ്പോൾ ഗായത്രി തീരെ ചെറിയൊരു കുട്ടിയായിരുന്നു. ഗായത്രി, അശ്വമേധത്തിൽ ആദ്യം ഒരു ചെറിയ കടമ്പയുണ്ട്, അതൊന്ന് താണ്ടണം. പക്ഷെ എന്തായാലും എനിക്ക് ഉറപ്പാണ് ഗായത്രിക്ക് പരിചയമുള്ള ഒരാളിനെ കുറിച്ചാണ് ഞാൻ സൂചന തരുന്നത്. എസ് ഓർ നോ എന്നുമല്ല, കൃത്യമായ സൂചനകൾ തരും. 5 സൂചനകൾ വരെ തരും. ക്രിസ്മസ് ആയതുകൊണ്ട് ചിലപ്പോൾ 6ാമതൊരു സൂചനയും തന്നിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അച്ഛൻ, അമ്മ, അനിയത്തി. അച്ഛൻ്റെ പേരെന്താ? അച്ഛൻ KM സുരേഷ് കുമാർ, അമ്മ രേഖ സുരേഷ്. ഞാൻ ഗായത്രിയുടെ കുറേ ഇൻ്റർവ്യൂ കണ്ടു, ഗായത്രിയാണ് അതിഥി എന്നറിഞ്ഞപ്പോൾ. പക്ഷേ ഒരു ഇൻ്റർവ്യൂവിലും ആരും ഗായത്രിയുടെ അച്ഛനെയും അമ്മയും കുറിച്ചൊന്നും ചോദിച്ച് കേട്ടില്ല. എനിക്ക് അപ്പോൾ വലിയ വിഷമം തോന്നി. ഗായത്രിയെക്കുറിച്ച് അറിയാനാണ് ഞാൻ കണ്ടത്, അപ്പോൾ ഇതൊക്കെ അറിയാൻ പറ്റുന്നില്ലല്ലോ. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഒരു മെഡിക്കൽ കമ്പനിയാണ്, ജെൻ ബയോടെക് എന്ന് പറഞ്ഞിട്ട്. അമ്മ പാർമിക വിദ്യാമന്ദിറിലെ KG ഹെഡ് മിസ്ട്രസ് ആണ്. അനിയത്തി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക. അധ്യാപികയുടെ മകളാണ്. അധ്യാപികയുടെ മകളാണ്. താങ്ക് യു. അനിയത്തിയുടെ പേരെന്താ? കല്യാണി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഗായത്രി സുരേഷ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിവിധങ്ങളായ രൂപത്തിലുള്ള അഭിമുഖങ്ങളിലൂടെ നിങ്ങൾക്ക് ഏറെ പരിചിതയാണ് ഗായത്രി. മലയാളത്തിൽ ജമുന പ്യാരിയിൽ അഭിനയിച്ചു തുടങ്ങിയ ഗായത്രി തെലുങ്കിൽ അഭിനയിക്കുക മാത്രമല്ല സ്വന്തം കഥാപാത്രത്തിന് ഡബ് ചെയ്യുകയും ചെയ്തു. ഒരു മലയാളി തെലുങ്കിൽ ഡബ് ചെയ്യുക എന്നതൊന്നും അത്ര ഈ തമാശയ്ക്ക് ട്രോളുകൾ ഉണ്ടാക്കി കളിയാക്കുന്നവർക്ക് തോന്നുന്നത് പോലെ അത്ര അനായാസമായ ഒരു കാര്യമൊന്നുമല്ല. ഒരു അന്യഭാഷയിൽ ഡബ് ചെയ്യുക, അത് ലിപ്സിങ് ചെയ്തുകൊണ്ട് കൃത്യമായി ആ വാക്കുകൾ പറയുക എന്നതൊക്കെ അസാധാരണമായ കഠിനാധ്വാനം വേണ്ട ഒരു സമർപ്പണം തന്നെയാണ്. അഭിനന്ദനങ്ങൾ ഗായത്രി.